എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഗോക്കുവും ചോച്ചിയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ഓക്സ് കിങ്ങിനെ അദ്ദേഹത്തെ രക്ഷിക്കാനും ആ ഒരു ഫയർ അടയ്ക്കാനുമായിട്ട് ആ ജയന്റ് വാൻജിയോ ഫാനുമായിട്ട് അവിടേക്ക് എത്തി. ഓക്സ് കിങ് ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. കാരണം ഓൾമോസ്റ്റ് ആ ഒരു പാലസ് മുഴുവനായിട്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളാണെങ്കിൽ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ചിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള ആ ഒരു വെഡ്ഡിംഗ് ഡ്രസ്സ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ വാഞ്ചിയോ ഫാൻ ഉപയോഗിച്ച് ആഞ്ഞു വീശും. ആദ്യം ആ തീയൊന്ന് ശമിക്കുമെങ്കിലും പക്ഷെ അടുത്ത നിമിഷം തന്നെ അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ കാറ്റിൽ പറത്തി അതിപ്പോ ആളി കത്തുകയാണ്. ഗോക്കുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഗോക്കു വീണ്ടും ആ ഫാൻ ഉപയോഗിച്ച് അറഞ്ച പൊറഞ്ച വീശും. ഗോക്കു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് തീ അത് അണയ്ക്കാനായിട്ട് കഴിയില്ല. ചീച്ചിയാണെങ്കിൽ നിസ്സഹായയായി പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ആ എൽഡർ ലേഡി അവരവിടേക്ക് വരിക. അവരാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് വിളിച്ചു പറയും, ഗോക്കു ദയവ് ചെയ്ത് നീ അത് സ്റ്റോപ്പ് ചെയ്യ്. ആ വാൻജിയോ ഫാൻ കൊണ്ട് ആ ഒരു തീ അണയ്ക്കാൻ കഴിയില്ല. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാത്ത ഗോക്കു ആണെങ്കിൽ വീണ്ടും ആ ഫാൻ ഉപയോഗിച്ച് ആഞ്ഞു വീശും. ആ ഒരു വീശലില് നമ്മുടെ എൽഡർ ലേഡി ആണെങ്കിൽ പറന്നു പോവാണ്. അപ്പോഴായിരിക്കും ഗോക്കു അവരെ ശ്രദ്ധിക്കുക. അവരാണെങ്കിൽ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി ഇതൊരു നാച്ചുറൽ ഫയർ അല്ല, ഒരു ഫർണസിലൂടെയാണ് ഈ ഫയർ മുകളിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വാൻജിയോ ഫാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഫയറിന്റെ അത് കൂടുക മാത്രമാണ് ചെയ്യുക എന്ന് പറഞ്ഞ് ആ ലേഡി ആണെങ്കിൽ ഇപ്പൊ ആ ഫർണസ് കറക്റ്റായിട്ട് നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. ഈ ഫർണസ് അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ 5 എലമെന്റ്സ് വേണം. പക്ഷെ അതുള്ളത് നമ്മുടെ ഈ ലോകത്തിന് തന്നെ മറ്റൊരു ഭാഗത്താണ്. അവിടെ പോയി അത് കണക്ട് ചെയ്യുക എന്നത് വളരെ ഡേഞ്ചറാണ്. പക്ഷെ ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, ഞങ്ങളുടെ മുൻപിൽ വേറെ വഴിയില്ല. പാലസിനെയും ഇവിടെയുള്ള ജനങ്ങളെയും പ്രത്യേകിച്ച് ഓക്സ് കിങ്ങിനെയും അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് എൽഡർ പറഞ്ഞതനുസരിച്ച് അവർ ആ ഒരു എലമെന്റ്സ് കളക്ട് ചെയ്യാൻ ഇപ്പൊ അവിടേക്ക് കടന്നുപോകും. ചീച്ചിയാണെങ്കിൽ ആ അനദർ വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എൽഡർ ലേഡി പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. അവിടേക്ക് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. വലിയ വലിയ മോൺസ്റ്റേഴ്സുകൾ, പ്രതീക്ഷിക്കുന്നതിലും കൂടുതലുള്ള അപകടങ്ങൾ അതെല്ലാം തന്നെ അവിടെയുണ്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ മുൻപോട്ടേക്ക് പോകും. അപ്പോൾ അവർ കാണും ഒരുപാട് മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ ഭാഗം നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ക്ലൗഡ്സ് എല്ലാം കൂടി വളരെ ബാഡ് ആയിട്ടുള്ള ഒരു വെതറാണ് അവിടെ. അല്പദൂരം കൂടെ മുൻപോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു വലിയ വാതില് അത് അവർ കാണും. ഇവിടെയാണെങ്കിൽ ആ എൽഡർ ലേഡി അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവിടേക്ക് പോയ കാര്യം ഓക്സ് കിങ്ങിനെ അറിയിക്കുകയാണ്. ആൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. ഓ നോ, എന്തിന് അത്രയും വലിയ അപകടത്തിലേക്ക് എന്റെ കുട്ടികളെ പറഞ്ഞയച്ചു. അതിനാ എൽഡർ ലേഡി പറയും, ഗോക്കു പവർഫുൾ ആണ്, തീർച്ചയായിട്ടും അവനത് കംപ്ലീറ്റ് ചെയ്യും. കിങ് ആണെങ്കിൽ പേടിയോടുകൂടെ അങ്ങനെ അവർ തിരികെ വരുന്നതും കാത്ത് അവിടെ ഇരിക്കും. ഗോക്കുവും ചീച്ചിയും ആണെങ്കിൽ ആ വലിയ ജയന്റ് ഡോറിലേക്ക് നോക്കും. നീ ഇതിന് തയ്യാറല്ലേ? അതിനവള് പറയും, ഞാൻ തയ്യാറാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഫുൾ പവർ കൊടുത്ത് ഇപ്പൊ ആ ഡോറിൽ ആഞ്ഞു തള്ളും. ഗോക്കു ആണെങ്കിൽ ആ ഡോർ ഓപ്പൺ ചെയ്ത് ഇപ്പൊ അകത്തേക്ക് കടന്നു വരും. ഗോക്കു ചുറ്റും നോക്കും. അവിടെ മുഴുവൻ സ്പൈക്കാണ്. അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു നാരോ വഴി മാത്രമേ ഇപ്പൊ അവർ കാണുന്നുള്ളൂ. ഗോക്കു ആണെങ്കിൽ അവളോട്, ഒരു കാരണവശാലും നിന്റെ ഗാർഡ് അത് ഡൗൺ ചെയ്യാൻ പാടില്ല, നിനക്കല്പം പേടിയുണ്ടോ? അതിനവളാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, എന്നെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് അങ്ങനെ മുൻപോട്ടേക്ക് ഓടുകയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് ഓടി എത്തുമ്പോഴായിരിക്കും അവർക്ക് പോകാനുള്ള ആ ഒരു വഴി അത് അങ്ങനെ തകർന്നു കിടക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുക. ഉടനെ ചീച്ചിയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഫ്ലൈയിങ് നിംബസ്, അതിന്റെ സഹായത്താൽ നമുക്ക് ഓപ്പോസിറ്റ് എത്താം. ഗോക്കു ആണെങ്കിൽ ഫ്ലൈയിങ് നിംബസിനെ വിളിക്കും. അത് അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരും. ഗോക്കു ആണെങ്കിൽ ഒരുപാട് നേരം ആ ഫ്ലൈയിങ് നിംബസിനെ വിളിച്ചിട്ടും അത് അവിടേക്ക് വരില്ല. അതിനവിടേക്ക് വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗോക്കു ആണെങ്കിൽ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, ഇത് എടുത്തു ചാടിയേ പറ്റൂന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവന്റെ ഫുൾ പവറിൽ അങ്ങനെ എടുത്തു ചാടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തും. ചീച്ചിയോടും അപ്രകാരം ചാടാനായിട്ട് ആവശ്യപ്പെടും. അവൾ പുറകിലേക്ക് ഓടി മുൻപോട്ടേക്ക് കുതിച്ചു ചാടും. അവളാണെങ്കിൽ ഓപ്പോസിറ്റ് എത്തുന്ന അടുത്ത നിമിഷം ഒരുപാട് ബാറ്റ്സ് അവളെ അറ്റാക്ക് ചെയ്യാണ്. കൺട്രോൾ പോയ ചീച്ചിയാണെങ്കിൽ താഴേക്ക് പോകും. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവളെ ഹോൾഡ് ചെയ്യും. ചീച്ചിയാണെങ്കിൽ ഒരു കാഴ്ച കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവിടെ എല്ലാം ഒരുപാട് അസ്ഥികൂടങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റി വീണ്ടും മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. അടുത്ത നിമിഷം ഒരു ബറ്റാലിയൻ സോൾജിയേഴ്സ് അവരുടെ മുൻപിലേക്ക് വരികയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ ഗോക്കുവിനെ മിരട്ടാനായിട്ട് തുടങ്ങും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഗോക്കുവിന്റെ ഓരോ പഞ്ചിലും അവർ ഇൻവിസിബിളായി മാറിക്കൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ ഇവിടെ വമ്പൻ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അവരാഞ്ഞു വെട്ടുകയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് ചാടിയും പറന്നും അവന്റെ പവറുകൾ ഉപയോഗിച്ചും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അവരെല്ലാവരും ചേർന്ന് റൗണ്ട് ചെയ്ത് ഗോക്കുവിനെ ആഞ്ഞു വെട്ടും. ഗോക്കു ആണെങ്കിൽ താഴേക്ക് അങ്ങനെ അടിച്ചു വീഴുകയാണ്. ചീച്ചിയാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആ മോൺസ്റ്റേഴ്സിന് ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ അതിലൊരു സ്പൈക്കിൽ അങ്ങനെ ടൈറ്റായിട്ട് ഇറക്കി പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൻ മുകളിലേക്ക് കുതിച്ചു ചാടി വരും. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് ചാടി വരുന്നത് കണ്ട് ചീച്ചിക്ക് ഭയങ്കര സന്തോഷം. അവൾ ഓടി വന്ന് ഗോക്കുവിനെ ഹഗ് ചെയ്യുകയാണ്. അതേസമയം ആ മോൺസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ വീണ്ടും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് നടന്നടുക്കുകയാണ്. അടുത്ത നിമിഷം ഗോക്കു അവനാണെങ്കിൽ ചീച്ചിയെ ദൂരേക്ക് നിർത്തി അവന്റെ ഹാമേ പവർ അതിപ്പോ അവർക്ക് നേരെ ഉപയോഗിക്കും. മോൺസ്റ്റേഴ്സ് അവന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന അതേസമയം ആ ഒരു ഹാമേ പവർ
പവർ ആണെങ്കിൽ അവരെല്ലാവരെയും വാഷ് ഔട്ട് ആക്കുകയാണ്. ചീച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയായി തുള്ളിച്ചാടും. വാവ്, നീ അത് ചെയ്തു, അവരെല്ലാവരെയും നീ നശിപ്പിച്ചു എന്ന് പറയും. പക്ഷെ അടുത്ത നിമിഷം ഒരുപാട് കല്ലുകൾ വന്ന് ചീച്ചിയുടെ ദേഹത്ത് വീഴുകയാണ്. അവളാണെങ്കിൽ നിലവിളിക്കും. ഗോക്കു ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഓടുന്ന സമയം അവന്റെ ദേഹത്തേക്കും ഒരുപാട് കല്ലുകൾ വന്ന് വീഴും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ട് പിന്നിലായി ഒരു വലിയ റോക്ക്മാൻ. ചീച്ചിയാണെങ്കിൽ ഭയപ്പെട്ട് പുറകിലേക്ക് നിൽക്കും. പക്ഷെ ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അവന്റെ പവർ ഉപയോഗിച്ച് ആ റോക്ക്മാനെയും മനുഷ്യാക്കി കളയുകയാണ്. അതിനുശേഷം അവർ വീണ്ടും മുൻപോട്ടേക്ക് എടുത്തു ചാടും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് എന്തോ ഒന്ന് വലിയ പ്രകാശത്തിൽ അങ്ങനെ ജ്വലിക്കുന്നതായിട്ട് അവർ കാണുക. ഗോക്കുവും ചീച്ചിയും അവർ രണ്ടുപേരും സൂക്ഷിച്ചു നോക്കും. ഒരു ഡ്രാഗന്റെ ബോഡിയിലേക്ക് ഇപ്പൊ പവറുകൾ അബ്സോർബ് ആവുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ പതിയെ അവേക്കൻ ആവുകയാണ്. അതേസമയം പുറകിലായിട്ട് ആ മോൺസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ അമ്പ് വെച്ച് ഗോക്കുവിനെ ചീച്ചി അറ്റാക്ക് ചെയ്യും. അവരാണെങ്കിൽ ഉഷാറായിട്ട് ബോട്ടേക്ക് ചാടി ഓടുകയാണ്. അതിനിടയിൽ ഒരു അമ്പ് ഗോക്കുവിന്റെ കാലിൽ തറച്ച് അവൻ താഴേക്ക് വീഴും. ചീച്ചിയാണെങ്കിൽ ഗോക്കുവിനെ താങ്ങിയെടുത്ത് മുൻപോട്ടേക്ക് പോകും. പക്ഷെ അപ്പോഴേക്കും ചീച്ചി പോകുന്ന ഭാഗം അത് തകരുകയാണ്. ഗോക്കു ആണെങ്കിൽ ഭയപ്പെട്ട് ഇപ്പൊ ചീച്ചിയെ വിളിക്കും. അതിന് ചീച്ചി പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഓക്കെയാണ്. അവളാണെങ്കിൽ ദൂരത്തായിട്ട് കാണുന്ന അവരുടെ ലക്ഷ്യസ്ഥാനം അതവന് കാണിച്ചു കൊടുക്കും. ഗോക്കു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവിടേക്ക് നോക്കും. അതേസമയം മോൺസ്റ്റേഴ്സ് അവറ്റകൾ ഇൻവിസിബിൾ ആവും. 10 നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡ്രാഗൺ ഇപ്പോൾ അവിടേക്ക് നടന്നു വരികയാണ്. ഗോക്കു ആണെങ്കിൽ അല്പനേരം നടന്ന എല്ലാം ആലോചിക്കും. അതിനുശേഷം ചീച്ചിയോട് പറയും, ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാം തന്നെ ഒരു ഇല്യൂഷൻ ആണെന്ന് പറഞ്ഞ് ചീച്ചി അടുത്തേക്ക് വിളിക്കുകയാണ്. ആ ഒരു മോൺസ്റ്റർ അത് ക്ലോസ് തന്നെ താമസം. ഗോക്കു ആണെങ്കിൽ ഹാമെ പവർ ഉപയോഗിച്ച് ഇപ്പോൾ അതിന്റെ വായിലേക്ക് പോകും. അല്പസമയം കഴിഞ്ഞ് അവർ രണ്ടുപേരും ബോധം കെട്ട് കിടക്കുന്നത് കാണിക്കും. പിന്നെ ഗോക്കു ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, സത്യത്തിൽ നമ്മളിപ്പോൾ എവിടെയാണ്? അതിന് ഗോക്കു പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇതെല്ലാം തന്നെ ഇമാജിനേഷൻ ആണ്. എൻട്രൻസ് അത് ശരിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവളെയും കൂട്ടി അതിന്റെ അകത്തേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ ഓക്സ് കിങ്ങിന്റെ മാൻഷൻ കാണിക്കും. അതിപ്പോഴും പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ ആളുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗോക്കുവും ചീച്ചിയും അവർ രണ്ടുപേരും അതിനുള്ളിലൂടെ കടന്നു വന്ന് ആ പാർട്ടിക്കിൾസ് എല്ലാം ഉള്ള ആ ബേസിക് ഫർണസ് അതിന്റെ തൊട്ടടുത്ത് എത്തുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഇതാണ് അതിന്റെ എല്ലാം തന്നെ ഉത്ഭവ കാരണം. ഗോക്കു ആണെങ്കിൽ ആരുടെയോ പേര് ഉച്ചത്തിൽ വിളിക്കും. അടുത്ത നിമിഷം ഒരു വയസ്സായ കപ്പട മേശക്കാരൻ പുറത്തേക്ക് വരും. ഗോക്കു ആളെ സൂക്ഷിച്ചു നോക്കും. അത് മറ്റാരുമല്ല, അവന്റെ ഗ്രാൻഡ് പാ. ഗോക്കു ആണെങ്കിൽ ഗ്രാൻഡ് പാ എന്ന് വിളിച്ച് ആളെ ഓടി വന്ന് ഹഗ് ചെയ്യാണ്. ഗോക്കുവിനെ കണ്ട് അവന്റെ ഗ്രാൻഡ് പാ ആൾ അത്ഭുതപ്പെടും. വാവ്, നിന്നെ കുഞ്ഞി പയ്യനായിരിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. നീ ഇത്രയും വളർന്ന് ഒരു സ്ട്രോങ് മാൻ ആവുമെന്ന് ഞാൻ കരുതിയതല്ല. നിന്റെ കൂടെയുള്ള പെൺകുട്ടി അതാരാണ്? അതിനവൻ പറയും, അതിന്റെ ഫിയാൻസിയാണ്, ഓക്സ് കിങ്ങിന്റെ മകൾ. ഓക്സ് കിങ്ങിന്റെ മാൻഷൻ അത് ഈ ഒരു ഫർണസ് കാരണം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ അത് അപകടത്തിലാണ്. എത്രയും വേഗം നിങ്ങൾ ഈ ഫർണസ് അത് ഇവിടുന്ന് മൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തെയും മാൻഷനെയും ായിട്ട് കഴിയൂ. അതിനവൻ്റെ അപ്പൂപ്പനാണെങ്കിൽ ടെൻഷനാവും. ഓ നോ, അത് അത്ര വേഗം നടക്കുന്ന കാര്യമല്ല, അത് എന്നെ കൊണ്ടാവില്ല. അതിന് ഗോക്കു ആണെങ്കിൽ ആളെ കമ്പൽ ചെയ്യും. വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഇത് ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നത്. അടുത്ത നിമിഷം അവർ ഞെട്ടിച്ചുകൊണ്ട് ഒരു ലേഡിയുടെ ശബ്ദം അവർ കേൾക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് ആരാണെന്ന് ചോദിക്കും. അതിന് ഗ്രാൻഡ് പ പറയും, ഈ ഫർണസ് അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ലേഡിയാണത്. ഗ്രാൻഡ് പ ആണെങ്കിൽ ആ ലേഡിയോട് പറയും, എൻ്റെ ഗ്രാൻഡ് സൺ അവൻ ഇവിടേക്ക് വന്നു, ഞാൻ അവനോട് സംസാരിക്കുകയാണ്. അത് കേട്ട ലേഡി ആണെങ്കിൽ ഓക്കെ ഞാനും എന്നാൽ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് താഴേക്ക് നടന്നു വരും. അവരുടെ ഓരോ സ്റ്റെപ്പിലും ആ ഒരു പ്രദേശം മുഴുവൻ കിടുങ്ങി വിറക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവിടെ നോക്കും. ലേഡി ആണെങ്കിൽ താഴേക്ക് വരേണ്ട താമസം. ഗോക്കുവും ചീച്ചിയാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഈ ഫർണസിന്റെ ലൊക്കേഷൻ അത് മാറ്റണം. കാരണം ഓക്സ് കിങ്ങിന്റെ ആ ഒരു മാൻഷൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്സ് കിങ്ങിന്റെ ജീവൻ അത് അപകടത്തിലാണ്. ഉടനെ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ആക്ച്വലി എനിക്ക് പറ്റിയ തെറ്റാണ്, ഞാൻ ഉദ്ദേശിച്ച ലൊക്കേഷൻ അത് മാറിപ്പോയി, അതുകൊണ്ടാണ് ഓക്സ് കിങ്ങിന്റെ മാൻഷന് അങ്ങനെ സംഭവിച്ചത്. ഗ്രാൻഡ് പേ ആണെങ്കിൽ തല താഴ്ത്തും, എന്നോട് ക്ഷമിക്കണം, എന്നെ കൊണ്ട് ഇനി അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് ചീച്ചിയും ഗോക്കുവും അവർ രണ്ടുപേരും സാഡ് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും